പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മീൻപീരയാണ് ഉണ്ടാക്കുന്നത്. മീൻപീര ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ മത്തി, ചാള എന്നൊക്കെ പറയും, അതാണ് എടുത്തേക്കുന്നത്. അടിപൊളി ടേസ്റ്റിൽ എങ്ങനെയാണ് മീൻപീര വയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓൾ ഓപ്ഷൻ കൊടുക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് അടിക്കാനും കമൻസ് ഇടാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് മീൻപീര വയ്ക്കണതെന്ന് നോക്കാം. മീനെല്ലാം ഞാൻ നല്ലതുപോലെ വെട്ടി ഉപ്പിട്ട് നമ്മൾ ചട്ടിക്കകത്തിട്ട് ഉരച്ച് അതിൻ്റെ ഉളുമ്പ് ഇതെല്ലാം കളഞ്ഞ് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ കാന്താരി ചേർത്താണ് വയ്ക്കുന്നത്. ഒരു പിടി കാന്താരി ഞെട്ടെല്ലാം കളഞ്ഞ് ഇതാ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം ഒരു അരമുറി തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ചുവന്നുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ ഇഞ്ചി അരിഞ്ഞത്, പിന്നെ ഒരു 3-4 വെളുത്തുള്ളി അരിഞ്ഞത്. അപ്പോൾ ഈ മുളക് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്, പിന്നെ കരിയാപ്പില. ഇതെല്ലാം ഇനി നല്ലതുപോലെ കൈകൊണ്ട് ഞെരടി നമുക്ക് ഈ മീനിലേക്ക് ഇട്ട് കൊടുക്കാം. മീനൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരകല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുക്കാം. മിക്സിയിലിട്ട് അരച്ചെടുക്കരുത്, അത് അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. ഒന്നെങ്കിൽ കൈ കൊണ്ട് ഞെരടി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അരകല്ലിൽ വെച്ച് ചതച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മത്തിലോട്ട് ഇതെല്ലാം നല്ലതുപോലെ ഇട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ 2-3 കഷ്ണം കുടംപുളി നല്ലതുപോലെ കഴുകി ഇട്ട് കൊടുത്തു. ഒരു ശകലം വെള്ളം എന്ന് പറഞ്ഞാൽ ഈ മീനിൻ്റെ മുകളിൽ വെള്ളം കടക്കരുത്. നികക്കെ വെള്ളം വെച്ച് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, ഇതെല്ലാം ഇട്ട് കരിയാപ്പില ഇട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നല്ല തീയൊന്നും ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച ശേഷം ഞാൻ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഇപ്പം നമുക്കറിയാൻ പറ്റും ഉപ്പുണ്ടോ എരിയുണ്ടോ എന്നൊക്കെ. ഉപ്പില്ലെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കണം, കാരണം ഇത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ചാറൊന്നും കാണത്തില്ലല്ലോ. അപ്പോൾ ഇപ്പം ഇട്ട് കൊടുക്കുക. ഇപ്പം നോക്കിയാൽ ഉപ്പൊക്കെ കറക്റ്റാണ്, എരിയൊക്കെ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി ലോ ഫ്ലെയിമിലിരുന്ന് നല്ലതുപോലെ പറ്റി വരട്ടെ കേട്ടോ. നമ്മുടെ മീനൊക്കെ ഏകദേശം പറ്റി വന്നിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നടുഭാഗത്ത് ശകലം വെള്ളം കിടപ്പുണ്ട്. ഒരു ശകലം വെള്ളം കൂടെ പറ്റാണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊന്ന് പറ്റി വരട്ടെ. വെള്ളം ശകലം പോലും കാണരുത് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ അങ്ങനെ മീൻപീര വെക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങളിതുപോലൊക്കെ വെക്കുന്നവരായിരിക്കും. എങ്കിൽ പോലും ഞാനായിട്ടൊന്ന് വെച്ച് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് നമ്മളിനി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് 2 കരിയാപ്പിലയും വെച്ചിട്ട് വാങ്ങും. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ചതയ്ക്കാൻ അരകല്ലില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ചോപ്പറിലിട്ട് എല്ലാം കൂടെ ഒന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് നമ്മൾ വിചാരിച്ചതുപോലെ കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻസ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.